ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു പൊൻതൂവൽ കൂടി. ലോക അങ്ങനെ 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു. അതും വെറും 6 ദിവസം, ഒരാഴ്ച കൊണ്ട് 100 കോടി ഇടം പിടിച്ച ഒരു സിനിമയായിട്ട് ഇപ്പോൾ ലോക മാറിയിരിക്കുന്നു. ഭയങ്കര ഹെവി ബുക്കിംഗ്, ഹെവി റെസ്പോൺസ്, ഹൗസ്ഫുൾ ഷോസ് ആണ് കേരളമെമ്പാടും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ തമിഴ്നാട്ടിൽ മദിരാസിയൊക്കെ ഇറങ്ങാൻ പോകുന്നു. പക്ഷേ തമിഴ്നാട്ടിലും ടോപ്പ് 1 ഇപ്പോഴും ടിക്കറ്റ് ബുക്കിങ്ങിൽ മദിരാസിയെക്കാട്ടിലും ഡബിൾ ഇരട്ടിയാണ് ലോകയ്ക്ക് ഇപ്പം ടിക്കറ്റ് ബുക്കിങ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. തമിഴ്നാട്ടിൽ മാത്രമല്ല, നമ്മുടെ ഹിന്ദി വെർഷനൊക്കെ ഇറങ്ങാൻ പോകുന്നു. അങ്ങനെ നമ്മുടെ ഓൾ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ ഫുൾ ലോക കീഴടക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. നമ്മുടെ മലയാള ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ 12 പടങ്ങളാണ് 100 കോടി കയറിയത്. ആ 12 പടങ്ങളിൽ ടോപ്പ് 3 നമ്മുടെ ലോക ഇപ്പോൾ ഇടാൻ പിടിച്ചിരിക്കുന്നത്. ടോപ്പ് 1 എമ്പുരാൻ, ടോപ്പ് 2 തുടരും. അങ്ങനെ 3ാം സ്ഥാനമാണ് ഈ ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച്, നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് സുവർണ കാലഘട്ടമാണ് ഈ ഒരു 2024-25. നമുക്ക് മാർക്കൊക്കെ ലാസ്റ്റ് 2024 ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര ഇതായിരുന്നു. അപ്പം എന്തായാലും 2025 സ്റ്റാർട്ടിങ് തൊട്ടേ മലയാള സിനിമയ്ക്ക് നല്ല കാലമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല കാലം ആയിരിക്കട്ടെ. നമ്മുടെ ലോകമെമ്പാടും മലയാള സിനിമ ഇപ്പം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീമെയിൽ മെയിൻ ക്യാരക്ടർ വെച്ചിട്ടൊരു സിനിമ സൗത്ത് ഇന്ത്യയിൽ 100 കോടി അടിക്കുന്ന ആദ്യത്തെ സിനിമയായിട്ടാണ് ലോക മാറിയിരിക്കുന്നത്. അപ്പം എന്തായാലും കല്യാണി പ്രിയദർശന്, DQവിന്, നസ്ലിന് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് അല്ലെങ്കിൽ അഭിമാന നിമിഷമായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഇതൊരു സൂപ്പർ ഹീറോ കണ്ടന്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ വർക്കുകളും എല്ലാം ഭയങ്കര ഒരു ഹോളിവുഡ് ലെവലിലെ സാധനമാണ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഇപ്പോഴും ഹൗസ്ഫുൾ ഷോസായിട്ട് ഫാമിലി ഓഡിയൻസ് ആയാലും പിള്ളേരാണേലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ പടം എടുത്തിരിക്കുന്നത്. അപ്പം ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. ടോപ്പ് സീരീസ് പോലെ 5 വേർഷനായിട്ട് ഇറക്കാനാണ് ഈ സിനിമ പ്ലാൻ ചെയ്യുന്നത്. ഈ 5 സീരീസ് എഴുതി കഴിഞ്ഞിട്ടാണ് ഈ ഫസ്റ്റ് സീരീസിൻ്റെ ഷൂട്ട് തുടങ്ങി എന്ന് ആണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പം പല യൂണിവേഴ്സുകളിൽ നിന്ന് പല ആൾക്കാർ ഇനിയും ഈ സിനിമയിൽ ആഡാകും ഈ ടോപ്പ് 5 സീരീസ് തീരുന്നതിന് മുമ്പ്. അപ്പം എന്തായാലും കിടിലൻ പടമാണെന്ന്, നല്ല റെസ്പോൺസാണ് എല്ലാ ഭാഗത്തുനിന്നും വരുന്നത്. അപ്പം എന്തായാലും പടം 100 കോടി കയറി. 100 കോടി മാത്രം ഒതുങ്ങാതെ ഒരു 300 കോടി അടിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഞാനിതുപോലെ നമ്മുടെ ഏകദേശം എമ്പുരാൻ്റെ സമയത്ത് തന്നെ ഞാൻ 2 ദിവസത്തേക്ക് മുമ്പ് എമ്പുരാനും തുടരും ഞാനിതുപോലെ ഒരു ഗസ് ഇട്ടിട്ട് പടത്തിൻ്റെ ഇത് വന്നതാണ്. അതായത് റെക്കോർഡുകളും പറഞ്ഞതാണ്. അതുപോലെ ഏകദേശം നടന്നിട്ടുണ്ട്. അപ്പം ഇതും ഒരു 300 കോടി അടിക്കട്ടെ പടം. അപ്പം എന്തായാലും ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച്. അപ്പം പടം ഇപ്പോഴും ഹെവി ബുക്കിങ്ങും ഹൗസ്ഫുൾ ഷോസായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാണാത്തവർ തിയേറ്ററിൽ പോയി കാണുക, മസ്റ്റ് വാച്ചാണ്. അപ്പം എന്തായാലും പടം ഇനി ഓടട്ടെ, ഇനി കളക്ഷൻ നേടട്ടെ. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ്, റിവ്യൂസ്, റിയാക്ഷൻസ് ഒക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ എല്ലാ മൂവി അപ്ഡേറ്റ്സും നമ്മൾ അപ്പം വിടുന്നതാണ്. അതേ സമയത്ത് നമുക്ക് അപ്ഡേറ്റ്സ് നമ്മൾ വീഡിയോ ചെയ്യുന്നിടുന്നതാണ്. അപ്പം എല്ലാ അപ്ഡേറ്റുകളും, എല്ലാ ഭാഷയിലെ സിനിമകളുടെ അപ്ഡേറ്റിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.